ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ടെക്സ്ചറിൽ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പി മാംഗോ കേസരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല പഴുത്ത മാങ്ങ, അത്യാവശ്യം വലുപ്പമുള്ള ഒന്നാണ് എടുത്തേക്കുന്നത്. ഏത് തരം പഴുത്ത മാങ്ങ എടുക്കാം കേട്ടോ. സ്കിന്നും സീഡും ഒഴിവാക്കി പൾപ്പ് മാത്രം ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ജ്യൂസറിലേക്ക് ആഡ് ചെയ്യാം. വെള്ളം ഒട്ടും തന്നെ ആഡ് ചെയ്യാതെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല സ്മൂത്തായി കിട്ടും. ഇത് അവിടെ ഒരു സൈഡിൽ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു കടായിയോ പാനോ ഇതുപോലെ മൺചട്ടിയോ എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യിന് പകരം ബട്ടറും ആഡ് ചെയ്യാം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്യാം. നെയ്യ് മെൽറ്റായി ചൂടാവുമ്പം ഏകദേശം 15 കാഷ്യൂസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ആഡ് ചെയ്യാം കേട്ടോ. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. കാഷ്യൂസിൻ്റെ കളർ മാറി വരുന്നുണ്ട്. ഇപ്പം സെയിം കാഷ്യൂസ് എടുത്ത അത്രയും റേസിൻസ് ആഡ് ചെയ്യാം. റേസിൻസ് ഇങ്ങനെ പഫി ആയിട്ട് വരും. ഇത് സ്ട്രെയിൻ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി സെയിം കടായിൽ തന്നെ ബാക്കിയുള്ള നെയ്യിൽ 1/2 കപ്പ് റവ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. റവ നന്നായി റോസ്റ്റ് ചെയ്തില്ലെങ്കിൽ കേസരി സ്റ്റിക്കി ആയിരിക്കും കേട്ടോ. ഓൾറെഡി റോസ്റ്റ് ചെയ്ത റവയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെങ്കിലും എടുക്കണേ. നെയ്യിൽ റോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു അരോമ ഉണ്ടാവും. അത് വരുന്നത് വരെ റോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം റവ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ മിക്സ് ചെയ്യണേ. കട്ട ഒഴിവാക്കാനായിട്ട് 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളമാണ് മെഷർ കേട്ടോ. നമ്മുടെ റവ കുക്കാവുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വെള്ളത്തിന് പകരം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്താൽ നല്ല ഫ്ലേവറും കിട്ടും കേട്ടോ. റവ അപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ച മാംഗോ പൂരി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നന്നായി ബ്ലെൻഡ് ആവുന്നത് വരെ മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ മാങ്ങ കുക്കാവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. പഞ്ചസാര ആഡ് ചെയ്യുന്നതിന് മുൻപ് റവ കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പഞ്ചസാര ചേർത്തതിന് ശേഷം റവ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റ് ബഡിനനുസരിച്ച് ഇനിയും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ മിനിമം ലെവലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മാങ്ങയുടെ മധുരം കൂടി ചേരുമ്പം സെറ്റാവും കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ആഡ് ചെയ്യാം കേട്ടോ. ശർക്കര ആഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ പൊടിച്ച് 1 സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് മെൽറ്റ് ചെയ്ത് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇതിലിപ്പം പഞ്ചസാര മെൽറ്റായി ഒന്നുകൂടെ വെള്ളം പോലെ ആവും. ഇപ്പം 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ആഡ് ചെയ്യും തോറും അബ്സോർബ് ആയി കിട്ടും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ 3-4 മിനിറ്റ് 1-2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പം ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നെയ്യ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പം സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച കാഷ്യൂസും റേസിൻസും ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം.
ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്മൂത്ത് ആൻഡ് സിൽക്കി മാംഗോ കേസരി സെറ്റാണ്. ചെറിയ ചൂടോട് കൂടി കഴിക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുക. അപ്പോൾ മാങ്ങയുടെ സീസൺ കഴിയുമ്പോഴേക്കും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. താങ്ക് യു.